വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. എളമക്കര, കൊച്ചി എളമക്കരയിൽ ഒരു 6 വയസ്സുകാരി മരിക്കുന്നു, തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. കുഞ്ഞിന് വിഷം കൊടുത്തിട്ടാണ് അച്ഛൻ മരിച്ചത്. ഇങ്ങനെയായിരുന്നു വാർത്ത. അതിനുശേഷം പോസ്റ്റ്മോർട്ടം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞെട്ടിക്കുന്ന കുറേ സത്യങ്ങൾ പുറത്തു വരുന്നത്. ഈ കുഞ്ഞിനെ 1 വർഷത്തോളം വീട്ടിൽ നിന്ന് പീഡിപ്പിക്കുമായിരുന്നു ഈ സ്വന്തം അച്ഛൻ എന്ന് പറയുന്ന മൃഗം. ശരിക്കും പീഡനത്തിനിരയായിരുന്നു. കാരണം മരിക്കുന്നതിന് 1 മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഈ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നത്? അമ്മയുടെ മൊഴി എടുത്തപ്പോൾ അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മ എടപ്പള്ളിയിലൊരു മോളിലാണ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. വാടക വീട് പൂട്ടിക്കിടക്കുന്നു. കുറേ പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്യുന്നു, ഹസ്ബൻഡിൻ്റെ സ്വിച്ച് ഓഫ് ആണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു സംശയം തോന്നിയിട്ട് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും തിരിച്ച് വന്നിട്ടാണ് ഇവർ കുത്തി തുറന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആൾ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയും മോള് കട്ടിലേക്ക് കിടക്കുന്നു, വിഷം കഴിച്ച് മരിക്കുകയും ചെയ്യുന്നു. 6 വയസ്സുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഒന്നിനും ഒരു തുമ്പ് കിട്ടുന്നില്ല. എന്താണ് സംഭവം? അതോ ഇനി കുട്ടി മമ്മയോട് പറയും എന്ന രീതിയിൽ വന്നിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തതാണോ? അതോ വേറെ ആരെങ്കിലും ആ വീട്ടിൽ വന്നോ? അമ്മയുടെ മൊഴി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. കുട്ടിക്ക് ഇങ്ങനെ ഒരു പീഡനം ഉണ്ട് എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. കാരണം കുട്ടിയുടെ ദേഹത്തും സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ മുറിവ് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വന്നത്, കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട്. ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് അറിയില്ലെന്നാണ് അമ്മ പറയുന്നത്. വേറെ ആരെങ്കിലും വരാറുണ്ടോ, അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ വരാറുണ്ടോ എന്നൊക്കെ വിശദമായി മൊഴിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ടും ഒരു സോളിഡ് എവിഡൻസോ കാര്യങ്ങളോ എന്താണ് സംഭവിച്ചതെന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ആകപ്പാട് അറിയാവുന്ന ഒരു 2 വ്യക്തികളാണ് ആ കുഞ്ഞും ആ അച്ഛനുമാണ്. ഇവനെയൊക്കെ അച്ഛനെന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും 6 വയസ്സുള്ളൊരു കുട്ടീനെ മൃഗീയമായി 1 വർഷത്തോളം നിന്ന് പീഡിപ്പിക്കുകയും മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും പീഡിപ്പിക്കുകയും ചെയ്യുന്നവനെയൊക്കെ നമുക്ക് അച്ഛനെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ജയിക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷെ ആ കുഞ്ഞ് എന്താണെന്ന് പോലും അറിയാതെ 6 വയസ്സിൽ അത്രയും വേദന അനുഭവിച്ച, സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ നല്ല മുറിവുകളും കാര്യങ്ങളും ഉണ്ട്, അത്രയും വേദന അനുഭവിച്ചിട്ടാണ് കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. എനിവേ എല്ലാവരും സേഫായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനായിട്ട്. ഈ ലോകം ഭയങ്കര മോശമാണ് എന്നാണ്